പശ്ചിമേഷ്യൻ സംഘർഷത്തിന് യാതൊരു അയവുമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അമേരിക്ക ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരവും രൂക്ഷവുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആ നിഴൽ യുദ്ധം ഇപ്പോഴിതാ നേരിട്ടുള്ളൊരു സായുധ പോരാട്ടമായി മാറിയിരിക്കുക കൂടിയാണ്. വൈറ്റ് ഹൗസിനെ ഞെട്ടിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ US സെൻട്രൽ കമാൻഡ് ഈ വാർത്ത കടുത്ത ഭാഷയിൽ നിഷേധിക്കുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ നിലവിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ യാതൊരു പുരോഗതിയും ഇല്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി തുറന്നടിക്കുന്നത്. എന്നാൽ ഈ വാരാന്ത്യത്തോടെ ഒരു കരാർ ഉണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഇതിനിടെ യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ അടിയന്തര പ്രമേയം പാസാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി സെനറ്റിൽ കൂടി ഈ ബില്ല് പാസ്സായാൽ അത് ട്രംപിനേൽക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. അതേസമയം ലെബനനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തലിന് സമാധാനം അല്ലെങ്കിൽ ധാരണയായി എന്നുള്ള തരത്തിലുള്ള സുപ്രധാന വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇറാന്റെ മിസൈൽ ഡ്രോൺ മുന്നേറ്റങ്ങൾ ഗൾഫ് മേഖലയെ ആകെ സ്തംഭിപ്പിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ നിലവിലെ ഭീകരാവസ്ഥ വരെയുള്ള സമഗ്രമായ വിവരങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകും. ട്രംപിന് ഈ യുദ്ധത്തിൽ ഇനി പിടിച്ചു നിൽക്കാനാകില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ കടുത്ത ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. 1953 ഇറാനിലെ ജനാധിപത്യ സർക്കാരിനെ CIA ഇടപെട്ട് അട്ടിമറിച്ചത് മൂലമാണ് ഈ തർക്കങ്ങളുടെ വേരുകളെല്ലാം ആരംഭിക്കുന്നത്. പിന്നീട് 1979 നടന്ന ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇറാൻ പൂർണ്ണമായും ഒരു വിദേശവിരുദ്ധ ആത്മീയ ഭരണകൂടമായി മാറുകയും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി വഷളാവുകയുമായിരുന്നു. നിലവിൽ ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലിക്കുന്നത് അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പശ്ചിമേഷ്യയിൽ അസ്ഥിരതയ്ക്കുള്ള പ്രധാന കാരണം. 2015 ചരിത്രപരമായ ആണവ കരാറിൽ നിന്ന് 2018 അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായതും. അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുകയും അവരെ കടുത്ത പ്രതിരോധ നീക്കങ്ങളിലേക്ക് നയിക്കുകയും ഉണ്ടായിരുന്നു. 2023 ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ആരംഭിച്ച യുദ്ധമാണ് ഈ പ്രാദേശിക സംഘർഷത്തിന്റെ ആധുനിക വഴിത്തിരിവായി മാറിയത്. ഹമാസ്, ഹിസ്ബുള്ള, അതുപോലെ ഹൂത്തികൾ തുടങ്ങിയ തങ്ങളുടെ സഖ്യകക്ഷികളെ ഉപയോഗിച്ച് ഇറാൻ അമേരിക്കൻ ഇസ്രായേൽ താൽപ്പര്യങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിക്കുകയാണ്. അതായത് ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിലെയും താല്പര്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി തുടർന്ന നിഴൽ യുദ്ധം അവസാനിപ്പിച്ച് 2024 ഇറാനും ഇസ്രായേലും ചരിത്രത്തിൽ ആദ്യമായി പരസ്പരം മിസൈലുകൾ അയച്ച് നേർക്കുനേർ ആക്രമണം നടത്തുന്ന സാഹചര്യവുമുണ്ടായി. ഇരു രാജ്യങ്ങളും വ്യോമാതിർത്തികൾ ലംഘിച്ച് നടത്തിയ ഈ ഡ്രോൺ മിസൈൽ വർഷം പശ്ചിമേഷ്യയിൽ ഒരു മഹായുദ്ധത്തിന്റെ ആദ്യ വിത്തുകൾ പാവുകയും ചെയ്തു. ശത്രുത പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇറാനും അതുപോലെ അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ കടുത്ത വ്യോമാക്രമണവും നടന്നു. ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ US തങ്ങളുടെ B2 ബോംബറുകൾ അയച്ച് പരസ്യമായി പങ്കുചേർന്നു. ഇത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണവുമായി. ഇനി 2026 വരുമ്പോൾ ഫെബ്രുവരിയിൽ ഒമാന്റെ മധ്യസ്ഥയിൽ നടന്ന സമാധാന ചർച്ചകൾ പൂർണ്ണമായി പരാജയപ്പെട്ടു. ആദ്യം പാകിസ്ഥാനും പിന്നീട് ഒമാനും മധ്യസ്ഥയ്ക്ക് വരികയും ചെയ്തിരുന്നു. ഇറാന്റെ മിസൈൽ ശേഖരവും അതുപോലെ ആണവ നിലയങ്ങളും പൂർണ്ണമായി നിർത്തലാക്കണമെന്ന US ആവശ്യത്തിന് ഇറാൻ വഴങ്ങിയുമില്ല. ഇതോടെ ചർച്ചകളിൽ അതിർത്തി പ്രകടിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത സൈനിക നടപടിക്ക് ഉത്തരവിടുകയായിരുന്നു. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന ആ പേരിലൊരു പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചു. ആദ്യ 12 മണിക്കൂറിനുള്ളിൽ മാരക മിസൈലുകളാണ് ഇറാന്റെ സൈനിക താവളങ്ങളിലും അതുപോലെ റഡാർ നിലയങ്ങളിലും അമേരിക്ക തൊടുത്തുവിട്ടത്. ഈ ആദ്യഘട്ട തന്ത്രപ്രധാന വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമേനിയും അതുപോലെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയും കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് ഇറാന്റെ ഭരണകൂടത്തിന് വലിയൊരു ആഘാതമായി മാറിയെങ്കിലും കീഴടങ്ങാൻ അവർ തയ്യാറായതുമില്ല. തങ്ങളുടെ പരമാധികാരി കൊല്ലപ്പെട്ടതിന് പകരമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഇസ്രായേലിനും US താവളങ്ങൾക്ക് നേരെ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും 1000 കണക്കിന് ഡ്രോണുകളും ഒരേ സമയം തൊടുത്തുവിട്ടു. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ പലയിടത്തും അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു ഇറാന്റെ ഈ അപ്രതീക്ഷിതമായ മുന്നേറ്റം. ഇറാൻ തങ്ങളുടെ ആക്രമണം അയൽ രാജ്യങ്ങളായ ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലൂടെ US താവളങ്ങളിലേക്കും എണ്ണപ്പാടങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്നെന്ന് ആരംഭിച്ചായിരുന്നു ഇറാന്റെ ഈ കടുത്ത ആഞ്ഞടി ഉണ്ടായത്. ഇത് ട്രംപിന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു.
കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും അവിടെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതായ റിപ്പോർട്ടുകളുമുണ്ട്. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ഇറാന്റെ ഈ നടപടിയെ ക്രൂരമായ അധിനിവേശമെന്നാണ് വിശേഷിപ്പിച്ചത്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന നിർണായകമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോൾ ഇറാൻ പൂർണ്ണമായും പിടിച്ചെടുത്തിരിക്കുകയാണ്. അവിടെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ സ്വന്തം കപ്പൽ നിയന്ത്രണ നിയമങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ ആഗോള ഊർജ്ജ വിപണി കനത്ത ഭീഷണിയിലുമാണ്. യുദ്ധം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില വീണ്ടും $100 മുകളിലേക്ക് കുതിച്ചുയരുകയും ചെയ്തു. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയും ആഗോള ഓഹരി വിപണികൾ ഇടിയുകയും ചെയ്തത് ലോകമെമ്പാടും കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിരിക്കുക കൂടിയാണ്. ഇസ്രായേൽ അതിർത്തിയായ ലെബനിലേക്കും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇറാൻ ഭരണകൂടത്തെ തകർക്കാനും ആണവ നിലയങ്ങൾ പിടിച്ചെടുക്കാനും എത്തിയ അമേരിക്കൻ സൈന്യത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പേട്രിയറ്റ്, താഡ് എന്നിവ പൂർണ്ണമായി നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും എല്ലാം തൊടുത്തുവിട്ടത്. ബഹ്റൈനിലെ US 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനത്തിന് നേരെയും കുവൈറ്റിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായത് അമേരിക്കയെ ഞെട്ടിക്കുകയും ചെയ്തു. സമാധാന കരാറിൽ ഒപ്പിടാൻ വേണ്ടി അമേരിക്ക കിടഞ്ഞു ശ്രമിക്കുമ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഈ കരാറിൽ ഒപ്പുവെക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ആഗോള എണ്ണക്കപ്പലുകളുടെ പ്രധാന പാതയായ ഹോർമുസ് പൂർണ്ണമായി അടച്ചിടുകയും അമേരിക്കൻ ബന്ധങ്ങളുള്ള എണ്ണക്കപ്പലുകൾക്ക് നേരെ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ കേവലം 39 ദിവസത്തെ യുദ്ധം കൊണ്ട് അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന പ്രധാന മിസൈലുകളുടെയും പ്രതിരോധ ആയുധങ്ങളുടെയും പകുതിയിലധികവും ഇറാന്റെ ആക്രമണങ്ങളെ തടുക്കാൻ മാത്രമായി അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ഏറ്റവും വലിയ നഷ്ടമായി കണക്കാക്കുകയും വേണം. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ അതിവേഗം ചെലവായത് അമേരിക്കൻ ആയുധപ്പുരകളെ ശൂന്യമാക്കുകയും രാജ്യത്തിന്റെ കടബാധ്യത റെക്കോർഡ് നിരക്കിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുമുണ്ട്. യുദ്ധം ആരംഭിച്ച് 3 മാസം പിന്നിടുമ്പോൾ അമേരിക്കയിൽ ഇന്ധനവിലയും ഭക്ഷ്യവിലയും കുതിച്ചു വരികയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറ്റവും കടുത്ത പണപ്പെരുപ്പത്തിലൂടെയാണ് US ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് ഇറാനെതിരെ ഏകപക്ഷീയമായി യുദ്ധം പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം നാട്ടിൽ നിന്ന് പോലും പാർലമെന്റിൽ നിന്നും വരെ കനത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെ യുദ്ധ നടപടികൾ അവസാനിപ്പിക്കാനും സൈന്യത്തെ പിൻവലിക്കാനും ആവശ്യപ്പെട്ട് അമേരിക്കൻ ജനപ്രതിനിധി സഭ അടിയന്തര പ്രമേയം പാസാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ പോലും ഈ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് ട്രംപിന്റെ യുദ്ധനയങ്ങൾക്കെതിരെയുള്ള പരസ്യമായ രാഷ്ട്രീയ വിപ്ലവമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ട്രംപ് യുദ്ധങ്ങളിലേക്ക് പണവും സൈന്യത്തെയും അതുപോലെ തിരിച്ചുവിടുന്നതിനെതിരെ ജനങ്ങൾക്കിടയിലും വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. പാകിസ്ഥാനും ഒമാനും വീണ്ടും മധ്യസ്ഥതയ്ക്കായി വരുന്നുണ്ടെങ്കിലും യുദ്ധം നിർത്താൻ ട്രംപിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ കൂടി ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചതോടെ ഗൾഫ് മേഖല പൂർണ്ണമായും അസ്ഥിരമായിരിക്കുകയാണ്. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാന്റെ ആക്രമണം കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുമുണ്ട്. ഏകപക്ഷീയമായി യുദ്ധം പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ സ്വന്തം തീരുമാനങ്ങളുടെ കെണിയിൽപ്പെട്ട് കടുത്ത രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടുത്ത യുദ്ധ നിലപാടുകളോട് ട്രംപ് പരസ്യമായി വിയോജിക്കുകയും അവർ തമ്മിൽ വാക്പോരുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം മൂലം അമേരിക്കയിൽ ആഭ്യന്തര ഇന്ധനവില കുതിച്ചുയർന്നതോടെ ഈ യുദ്ധം വേണ്ട എന്ന ചിന്തയിലേക്ക് ട്രംപ് എത്തിച്ചേർന്നിരിക്കുക കൂടിയാണ്. ഇറാന്റെ നിബന്ധനകളിൽ ഇളവ് വരുത്തി അതിവേഗം ഒരു സമാധാന കരാറിലെത്താൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇറാന്റെ കടുത്ത ആക്രമണങ്ങൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുവൈറ്റിലേക്ക് നടന്ന ആക്രമണം പോലും ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞിട്ടുമുണ്ട്. എങ്ങനെയെങ്കിലും ഒരു സമാധാന കരാർ ഒപ്പുവെച്ച് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ പെടാപ്പാടുപെടുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം.